എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അവൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. 4 മണിക്ക് ചായയുടെ കൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വെറും 1 മിനിറ്റിലാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മുടെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാമേ. 240 ml കപ്പിൽ 2 കപ്പ് അവലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ചുവന്ന അവലാണ്. വെളുത്ത അവൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഈ ചുവന്ന അവൽ വെച്ച് ചെയ്യുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചുവന്ന അവൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അളവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയാണ് വേണ്ടതെങ്കിൽ ശർക്കര ചീകി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഈ പാലും അതുപോലെ തന്നെ പഞ്ചസാരയും തേങ്ങയും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുമ്പം നമ്മുടെ ഈ അവൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ആദ്യം നിങ്ങൾ പാലൊഴിക്കുമ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കുക. അതിനുശേഷം വേണമെങ്കിൽ മാത്രമേ ഇനി കുറച്ചുകൂടെ പാൽ ഒഴിക്കാവുള്ളേ. അപ്പോൾ എനിക്കിവിടെ 1 ടേബിൾ സ്പൂൺ പാൽ മതിയായിരുന്നു. കൂടുതൽ പാൽ ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അവലൊക്കെ സോഫ്റ്റ് ആയിട്ട് കുതിർന്ന് ഒരു ടേസ്റ്റും ഇല്ലാതായി പോകും. ഒത്തിരി അങ്ങ് നനവായി പോകുമേ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് അവലൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ക്രഷ് ചെയ്ത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കാം. ഞാൻ ഇവിടെ ട്യൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കുന്നത്. ട്യൂട്ടി ഫ്രൂട്ടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് കുട്ടികൾക്കൂടെ കൊടുക്കാനായതുകൊണ്ട് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വെറും 1 മിനിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. 4 മണിക്ക് ചായയുടെ കൂടെ അല്ല പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്കാണെങ്കിലും ചെയ്തെടുത്ത് കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇങ്ങനത്തെ റെസിപ്പി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ഈ അവൽ നനച്ചതൊക്കെ എല്ലാവരും ചെയ്യുന്നതാവാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.